പൂക്കുറ്റി പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 105. യെസ്, നമ്മുടെ ഒരു രഹസ്യ ആറ നിങ്ങളെ പരിചയപ്പെടുത്തരാം. ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കണമെന്നുണ്ട്, ഫ്രണ്ടിലേക്ക് പോകും. ബാക്കിലേക്കാണെങ്കിൽ ഇങ്ങനെ പോകും. ഈ ഒരൊറ്റ സ്വിച്ചിൽ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്. നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു പ്രീമിയം സെഡാൻ വാഹനമാണ്. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് ജർമ്മൻ കാറുകളുടെ കൂടെ കിടപിടിക്കാൻ വേണ്ടി ടൊയോട്ട ഇറക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ നമ്മുടെ കാമറി ഹൈബ്രിഡ് ആണ്. അതായത് ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൽ എല്ലാ വാഹനത്തെക്കാളിലും ഗംഭീരമായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സാണ്, ലുക്കാണ്, അതേപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ളൊരു യാത്രാ കംഫർട്ടാണ്. ഏറ്റവും പ്രധാനം 25 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിന് മൈലേജ് വരുന്നത്. അപ്പോൾ ഇത്രയും പ്രത്യേകത ഉള്ള ക്യാമറയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മോടൊപ്പം തന്നെ കൂടുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. അപ്പം 9th ജനറേഷൻ ക്യാമറി വന്ന സമയത്ത് അടിമുടി മാറ്റിയ ഡിസൈനിലാണ് ടൊയോട്ട ഒരുക്കിയിരിക്കുന്നത്. അതായത് ഈ വാഹനത്തിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലെക്സസുമായിട്ട് നല്ല രൂപസാദൃശ്യം തോന്നുന്നുണ്ട് അല്ലേ? ടൊയോട്ടയും ലെക്സസും ഒന്നാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. ഹാമർ ഹെഡ് ഫേസ് എന്ന് പറയുന്ന പുതിയൊരു ഡിസൈനിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും ഒക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചരിഞ്ഞിറങ്ങിയ ഒരു ബോണറ്റും അതിലേക്ക് ഉന്തി നിൽക്കുന്ന ഈ ഒരു ലിപ്പ് ഭാഗമൊക്കെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് ഈ ഒരു LED പ്രൊജക്ടർ ലാമ്പാണ്. അതിൽ തന്നെ നമുക്ക് ഗംഭീരമായിട്ടുള്ള C ടൈപ്പ് ഇൻഡിക്കേറ്ററും അത് തന്നെ നമുക്ക് DRL-ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് സെൻട്രലായിട്ട് നമുക്ക് വളരെ വലിയ ടൊയോട്ടയുടെ ഒരു ലോഗോ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ നേരെ താഴെ നമുക്ക് അഡാസിൻ്റെ റഡാറും കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗം കാണാം. അതേപോലെ 360 ക്യാമറയുടെ ഒരു ഭാഗവും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് വളരെ വലിയ ലിപ്പ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈ രണ്ട് ഭാഗത്തും ഒരു എയർ ഫ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു എയറോ ഡൈനാമിക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നീട് ഫ്രണ്ടിൽ നിരത്തി വെച്ചിരിക്കുന്ന പാർക്കിംഗ് സെൻസേഴ്സുകൾ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിൽ രണ്ട് സൈഡിലെ രണ്ട് ചെറിയ ഫോഗ് ലാമ്പുകൾ, അതും LED ആണ്. അതൊക്കെ വളരെ ഗംഭീര ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ C ടൈപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റിൽ കണക്ട് ചെയ്തിട്ടാണ് ഒരു ചെറിയ ഗ്രില്ല് നമ്മുടെ ലോഗോയുടെ താഴെയും വരുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര ഡിസൈനാണ് ഫ്രണ്ട് ലുക്ക് എന്ന് പറയാൻ പറ്റും. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോടൊപ്പം തന്നെ കട്ടയ്ക്ക് നിൽക്കാനായിട്ട് ഇവൻ്റെ ഒരു ഡിസൈൻ വേസ് പറ്റുമെന്ന് നമുക്ക് പറയാം. ഫ്രണ്ട് ഗ്ലാസ്സിലായിട്ട് നമുക്ക് അഡാസിൻ്റെ ഒരു ക്യാമറയും കാണാനായിട്ട് സാധിക്കും. വളരെ വലിയ ഗ്ലാസ് ഏരിയയൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൺറൂഫും ഭാഗങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കും. അതൊക്കെ വളരെ ഗംഭീരമാണ്. വാഹനത്തിൻ്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ സൈഡിലേക്ക് തന്നെ വരണം. ഇപ്പോഴാണ് ഈ ഒരു സെഡാൻ കാറിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ലെക്സസിൻ്റെ ചെറിയ ചെറിയ സാദൃശ്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു വാഹനം ഒരു കൂപ്പേ ഡിസൈൻ ആണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ആ രീതിയിലേക്കാണ് ബാക്കിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ഡിസൈനിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടലായിട്ട് നമുക്ക് ഹൈബ്രിഡ് വെഹിക്കിൾ എന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഈ ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ്. അത് 18 ഇഞ്ചിൻ്റെ വീലുകളാണ് വരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല വലിപ്പത്തോടു കൂടിയുള്ള വീലുകളാണ്. അതായത് 235, 45, 18 ടയറാണ്. അതായത് നല്ല സ്റ്റെബിലിറ്റി വാഹനത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായ കാര്യമാണ്. പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ തുടങ്ങി നേരെ ബാക്കിലേക്ക് വരുന്ന ഒരു കട്ടിങ് ലൈനൊക്കെ കാണുന്നുണ്ട്. അതായത് നമ്മൾ BM ഓഡിയിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ലൈനാണ്. ഒരു ക്യാരക്ടർ ലൈൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാര്യം ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഡോറിൻ്റെ പോർഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വലിയ ഗ്ലാസ് ഏരിയ ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഡോറ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു ലോഡിങ് തൊഴിലാളിയൊക്കെ വിളിക്കണം. അത്രയും സ്ട്രോങ് ആണ്, അത്രയും വെയിറ്റ് ആണ്. അത് ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നീട് നമുക്ക് ബോഡി കളറായിട്ടുള്ള സൈഡ് വ്യൂ മിറർ വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ നമുക്ക് 360-യുടെ ക്യാമറയും അവിടെ വരുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നീട് നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു സൺറൂഫ് വന്നിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്.
പിന്നീട് ബാക്ക് റോയും വളരെ വലിയ ഗ്ലാസ് ഏരിയ ആണ് വന്നിട്ടുള്ളത്. റോഡ് പ്രസൻസിൻ്റെ കാര്യത്തിൽ ഇവൻ വേറെ ലെവലെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 4920 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ലെങ്ത്. അതായത് ഏകദേശം 5 മീറ്ററോളം വാഹനത്തിന് നീളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ സ്പേസും യാത്രാ കംഫോർട്ടും ഒക്കെ എത്രത്തോളം ആണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് വീൽ ബേസ് വരുന്ന സമയത്ത് 2825 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. പിന്നീട് നമുക്ക് ആ ഒരു കട്ടിംഗ് ലൈൻ നമുക്ക് നേരെ ബാക്ക് ടൈലാമ്പിൻ്റെ അവിടം വരെ നീളുന്നുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷും അതിന് മുകളിലേക്ക് ഒരു വൈറ്റുമാണ് നമ്മുടെ ബമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈലാമ്പ് ഇവിടുന്നേ നമുക്ക് കവറായി വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചരിഞ്ഞിറങ്ങുന്ന ഗ്ലാസ് ഏരിയ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഡീഫോഗർ വരുന്നുണ്ട്. ഹൈമൂൺ സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ബാക്കിലത്തെ ഒരു ഡിസൈൻ നമുക്ക് കാണാം. ക്യാമറയിൽ നിന്നൊക്കെ നീട്ടി വലിച്ച് എഴുതിയിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ടൊയോട്ടയുടെ ലോഗോ കാണാം. വളരെ ഉന്തിയ ഒരു പോർഷൻ നമുക്ക് മുകളിലേക്ക് കാണാം. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഹൈബ്രിഡ് ടെക്നോളജിയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ റിവേഴ്സ് ലൈറ്റിൻ്റെ യൂണിറ്റും കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് താഴെയും ഒരു ക്രോം ഫിനിഷിൽ നമുക്ക് ക്യാമറയിൽ എഴുതിയിട്ടുണ്ട്. 2 സൈഡിലും റിഫ്ലക്ടർ കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് നിരത്തി വെച്ചിരുന്ന റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതേപോലെ തന്നെ നമ്മുടെ 360 റിവേഴ്സ് ക്യാമറയും കാണാനായിട്ട് സാധിക്കും. ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ക പ്രീമിയം കാറിൻ്റെ ഒരു ഡിസൈനാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഈ ടെയിൽ ഗേറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഗംഭീര ബൂട്ടാണ്, നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പം 524 ലിറ്ററിൻ്റെ ഗംഭീരമായിട്ട് ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ കയറുമ്പോൾ ഞാൻ പറയാം, ഈ കാണുന്ന ഒരു ടാൻ കളറിലെ ഡിസൈൻ നിങ്ങൾ കണ്ടല്ലോ, ഒരു ബോക്സ്. ഇത് ഞാൻ അകത്തുനിന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നീട് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അതും അലോയ്സ് ആണ്, 18 വരുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഭാഗങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഇവിടുത്തെ പാക്കിംഗ് എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അവിടെയും വളരെ പ്രീമിയമായിട്ട് തന്നെ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഗേറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പെട്രോൾ ടാങ്കിൻ്റെ ലിഡൊക്കെ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം. ഡോറൊക്കെ തുറക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബലം കൊടുക്കാതെ ഡോർ തുറന്നു വരില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറാണ് ഈ വാഹനത്തിൻ്റെ. പിന്നീട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവറിൻ്റെ സ്വിച്ചുകളും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചും ഉണ്ട്. എടുത്തു പറയേണ്ടത് സീറ്റ് മെമ്മറി സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതായത് 2 സീറ്റുകളും സ്റ്റിയറിംഗ് വീലും അതേപോലെ തന്നെ നമുക്ക് സൈഡ് വ്യൂ മിററും നമുക്ക് സെറ്റ് ചെയ്ത് മെമ്മറി ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ടാൻ കളറിലും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളറിലുമാണ് ഡോറൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് ഫുഡ് സ്റ്റെപ്പിലായിട്ട് നമുക്ക് ക്യാമറി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സീറ്റാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയാണ് എൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ അടിപൊളിയാണ്. പിന്നീട് നമ്മൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ലെതർ ഫിനിഷാണ്, സോഫ്റ്റ് ലെതറാണ്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇവിടെ നമുക്ക് 360 ക്യാമറയുടെ അതുപോലെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും നമ്മുടെ എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. മുകളിലേക്ക് നമുക്ക് പിയാനോ ബ്ലാക്കിലാണ് AC വെൻറ്റ് വന്നിട്ടുള്ളത്. 12.3 ഇഞ്ചിൻ്റെ നമ്മുടെ സ്ക്രീൻ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഫുൾ ഡിജിറ്റലുള്ള സ്ക്രീനാണ്. നമ്മളിപ്പം മോഡൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് നോർമൽ മോഡ് അതേപോലെ സ്പോർട്സ് മോഡ് EV മോഡ് ഇങ്ങനെയുള്ള ഒക്കെ തന്നെ നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റും. പക്ക ഒരു സ്ക്രീനിൽ നമ്മൾ കാര്യങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നീട് നമ്മുടെ ഈ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റബിളും അതേപോലെ തന്നെ ടെലിസ്കോപ്പിക്കുമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. അതൊക്കെ അടിപൊളിയായിട്ടില്ലേ. പിന്നീട് ലെതർ റാപ്പഡുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയാണ്. സെൻട്രലായിട്ട് നമുക്ക് ടൊയോട്ടയുടെ ഭംഗിയുള്ള ലോഗോ കാണാനായിട്ട് സാധിക്കും. 9 എയർ ബാഗ് ആണ് വരുന്നത്. ഇവിടെ എയർ ബാഗ് വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് റൈറ്റ് സൈഡ് ക്രൂയിസ് കൺട്രോളും അതുപോലെ ലൈൻ വാച്ച് ക്യാമറയും ലൈൻ അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ പോർഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഇതും 12.3 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പിന്നീട് ഇത് കണ്ടില്ലേ, ടൂട്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു പില്ലറിലാണ് വന്നിട്ടുള്ളത്. ഇതിന് 9 JBL സ്പീക്കേഴ്സാണ് വരുന്നത്. നമ്മുടെ പാരഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഈ 2 സൈഡായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിന് വരുന്ന ഒരു ECVT വാഹനമാണ്. അതിൻ്റെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻഡിക്കേഷൻ ഒക്കെ ഇവിടെ കാണിക്കും. നമ്മളിനിയിപ്പം ഡ്രൈവ് പോകുന്ന സമയത്ത് തന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ ക്യാമറ 360 ക്യാമറ അതിൽ വർക്കായിട്ടുണ്ട്. നമ്മൾ റിവേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നല്ല അടിപൊളി ക്ലാരിറ്റിയിലാണ് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഈ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ അതേപോലെ ആപ്പിൾ കാർപ്ലേ ഒക്കെ തന്നെ നമുക്ക് വയർലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ നമുക്ക്
ഓട്ടോ AC ക്രമീകരിച്ചിട്ടുണ്ട്. 2 സീറ്റുകളും വെന്റിലേഷൻ സീറ്റുകളാണ്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ AC സ്വിച്ചുകൾ താഴെ വന്നിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് AC വെന്റ്, അതുപോലെ തന്നെ ഹസാർഡിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് പവർ സ്വിച്ചുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് സിസ്റ്റം ക്രമീകരിച്ച ഒരു പിയാനോ ബ്ലാക്കിലാണ്. ഇവിടെയൊക്കെ ഒരു വിൻഡോ പോലെയൊക്കെ ഉള്ളൊരു പോർഷൻ വന്നിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നിട്ടാണ് അവിടുത്തെ നമ്മുടെ AC വെന്റ് വന്നിട്ടുള്ളത്. അതും ഭംഗിയായിട്ടുണ്ട്. നമുക്ക് മുകളിലായിട്ട് ഒരു ബ്ലാക്കും ഇവിടെ ഒരു പിയാനോ ബ്ലാക്കും അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ടാൻ കളറും വന്നിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്, ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇത് ഭയങ്കര ക്വാളിറ്റിയാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ പ്രീമിയം ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലും ആ ടാൻ കളർ ഇങ്ങനെ കവറായി പോകുന്നുണ്ട്. ലെതർ ഫിനിഷ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതുപോലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ട്. വളരെ വലിയ ഡാഷ് ഏരിയയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ വരുന്ന നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു മിന്നായം പോലെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 0 എന്ന് കിടക്കുന്നുണ്ടല്ലേ ആ ബോട്ടിനോട് ചേർന്ന്, അവിടെയാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഒരു വ്യൂ വരുന്നത്. അതും നന്നായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വയർലെസ് ചാർജർ കാണാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ചാവി വരുന്നതാ ഇതാണ്. നന്നായിട്ടില്ലേ? ഇതിൽ ക്യാമറയെന്നൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ട്. അതൊക്കെ കൊള്ളാം. ഇവിടെ ഫോൺ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 ബോട്ടിൽ ഹോൾഡർ കാണാം. അതൊക്കെ നല്ലതാണ്. അതിന് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് മോഡുകളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എക്കോ, നോർമൽ, സ്പോർട്ട്, EV മോഡ്, അതേപോലെ തന്നെ നമുക്ക് പവർ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ചും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗിയർ ലീവറൊക്കെ ഒരു ലെതർ റാപ്പിഡാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഏറ്റവും എടുത്തു പറഞ്ഞ ഈ സീറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് നമുക്ക് ഓട്ടോമേ സൈഡിൽ ആളില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്നും ഒരാൾക്ക് ഈസി ആയിട്ട് ഈ സീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ സ്വിച്ചിങ്ങുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകും, ബാക്കിലേക്കാണെങ്കിൽ ഇങ്ങനെ പോകും. ഇത് അടിപൊളി ഒരു ഫീച്ചറാണ്. കാരണം ബാക്കിൽ ഇരുന്ന് ആരെയും സഹായമില്ലാതെ ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് വളരെ നീളമേറിയ ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെ ലെതറാണ്. ഇതിൽ നമുക്ക് ഒരു വലിയ സ്പേസും വന്നിട്ടുണ്ട് അകത്തേക്ക്. അതൊക്കെ അടിപൊളിയാണ്. അപ്പം ഇന്റീരിയർ വരുന്ന സമയത്ത് ഈ കളർ ടോൺ ഒരു ഗംഭീര കളർ ടോണാണ്. പിന്നീട് നമ്മുടെ ഫുൾ ബ്ലാക്കിലാണ് നമ്മുടെ ടോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ സൺ വൈസറിൽ നമുക്ക് ലാമ്പും കാര്യങ്ങളും മിററും ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ സൺറൂഫിൻ്റെയും അതുപോലെ റീഡിങ് ലാമ്പിൻ്റെ ഒക്കെ സ്വിച്ചുകൾ വന്നിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ടുണ്ട്. ഓട്ടോ മിറർ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡ്രൈവർ സൈഡും മിററും ലാമ്പും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് ഈ ഒരു സൺറൂഫാണ്. ഇതും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ കവറും വന്നിട്ടുള്ളത്. ഈസി ആയിട്ട് തന്നെ 1 ടച്ചിൽ ഓപ്പൺ ആവുന്ന സൺറൂഫാണ് വന്നിട്ടുള്ളത്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതും ഇതിൻ്റെ യാത്രയെ വളരെ ഭംഗിയാക്കും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ ഗംഭീരമായിട്ട് പോവാം. അതേപോലെ ഇതൊക്കെ നമുക്ക് മാനുവലി മാത്രമേ ക്ലോസ് ചെയ്യാൻ പറ്റൂ. പിന്നീട് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു മുതലാളി കാറാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയും കംഫർട്ടബിളാണ് പുറകിലത്തെ ഇരുത്ത. നമുക്ക് ഇവിടെ ഒരു കട്ടനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നീട് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 റീഡിങ് ലാമ്പ് ഇവിടെ ബാക്കിൽ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു പഴമ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല. സെൻട്രൽ ടണലൊക്കെ വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. എങ്കിലും 3 പേർക്ക് വളരെ ഭംഗിയായിട്ടിരിക്കാൻ പറ്റും. എടുത്തു പറയേണ്ടത് ഈ ഒരു ആംബ്രസ്റ്റ് ആണ്. ഈ ആംബ്രസ്റ്റ് ഒരു പ്രീമിയം ആംബ്രസ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നീടുള്ള ബാക്കിലെ എല്ലാ സെറ്റിംഗ് ഈ ഒരൊറ്റ സ്വിച്ചിൽ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ബാക്കിലത്തെ വിൻഡോയും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഒറ്റ ടച്ചിൽ ബാക്ക് കട്ടൺ ഓപ്പൺ ആവുകയും അതേപോലെ തന്നെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിൻഡോ ക്ലോസ് ആവുകയും ചെയ്യും. അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം സീറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ടച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫെദർ ടച്ചിലാണ്. ഈസി ആയിട്ട് ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സീറ്റൊക്കെ എൻ്റെ ബാക്കിലേക്ക് വരും. എനിക്കപ്പം കുറച്ച് നൂന്നിരുന്ന് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകാം. അതല്ല കുറച്ചുകൂടെ ഡിക്ലൈൻ ചെയ്ത് ഞാൻ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അടുത്ത സ്വിച്ചിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ പുറയിലോട്ട് പോകാം. അതായത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവറോ അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആരുടെയും സഹായമില്ലാതെ ഈസി ആയിട്ട് എനിക്ക് ഇങ്ങനെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമുക്ക് AC കൺട്രോളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിൽ വരുന്നുണ്ട്. ഇനി അഥവാ 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഇതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. 3 പേർക്കുള്ള ഹെഡ് റെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പം ക്യാമറയുടെ ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ അടിപൊളിയാണ് പിൻഭാഗവും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു അഡീഷൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് എല്ലാം ക്ലോസ് ആണ്. പക്ഷേ നമ്മുടെ ഒരു രഹസ്യ അറ നിങ്ങളെ പരിചയപ്പെടുത്തരാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുറന്നു കഴിയുമ്പോൾ
നമുക്ക് ബൂട്ടിനകത്തുള്ള സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് കൈയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് വരുന്നില്ല. അപ്പം ഒരു ഹിഡൻ ഫീച്ചറാണ് നമുക്ക് പറയാൻ സാധിക്കും. അതും നന്നായിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു ഹൃദയം നിങ്ങളെ പരിചയപ്പെടുത്താം. അതായത് ഇത്രയും വലിയൊരു വാഹനത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു മൈലേജ് കിട്ടുന്നത്? 2500 cc ഉള്ള ഈ ഒരു എഞ്ചിന് ഇത്രയും വലിയൊരു മൈലേജ് എങ്ങനെ തരാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഇത്രയും ഗംഭീരമായിട്ടുള്ള എഞ്ചിൻ. 2.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. അതായത് 187 PS പവറും അതേപോലെ 221 Nm ടോർക്കും തരുന്ന അതിഗംഭീരമായിട്ടുള്ള മാരക എഞ്ചിനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടിയുള്ള 136 PS പവർ വരുമ്പോഴത്തേന് വാഹനം 0 to 100 എത്താൻ വേണ്ടി വെറും 7 സെക്കൻഡ് മാത്രമാണ്. ഇതിലൊരു ECVT വാഹനമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇതൊരു ഹൈഡ്രോളിക് ഗേറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഹൈബ്രിഡ് വാഹനങ്ങൾ ഓടിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു EV വാഹനം പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ വാഹനം സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നതും അതേപോലെ ഇപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് പവറിലല്ല എന്നുണ്ടെങ്കിൽ ഇത് EVയിലോട്ടാണ് കൺവേർട്ട് ആയി പോകുന്നത്. അപ്പം നമുക്കൊരു EV കാർ ഓടിക്കുന്ന പോലെ എഞ്ചിൻ്റെ നോയ്സുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഒരു EV കാർ മൂവ് ആവുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും, വളരെ കംഫർട്ടായിട്ട് തന്നെ. പിന്നെ ഇതുവരെയുള്ളൊരു ടൊയോട്ട വാഹനത്തിലും ഭയങ്കര കംഫർട്ടിലും വളരെ പ്രീമിയമായിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ജർമ്മൻ പ്രീമിയം കാറുകൾ ഇരിക്കുന്ന അതേ സുഖത്തിലും കംഫർട്ടിലുമാണ് നമ്മൾ ഈ വാഹനത്തിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ ടൊയോട്ട എന്ന് പറയുന്നൊരു ബാഡ്ജിങ്ങിൻ്റെ ആ ഒരു വിശ്വാസത കൂടി കൂടുമ്പം എത്രത്തോളം ടോപ്പിലാണ് ഈ ഒരു വാഹനം എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ടൊയോട്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ വിശ്വാസത അത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ അതിൽ നിന്ന് ഇത്രയും ഒരു കുതിരയെ പോലൊരു വാഹനം എന്നൊക്കെയാണ് എനിക്കിതിനെ വിളിക്കാൻ തോന്നുന്നത്. കാരണം കാല് കൊടുക്കുന്നതിനനുസരിച്ച് റോക്കറ്റ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റോക്കറ്റ് പോലാണ് ഈ ഒരു വാഹനം ഇപ്പം 75 80 കയറുന്നത്. പക്ഷേ ഈ ഒരു റോഡിന്റെ ഒരു പ്രശ്നം കാരണമൊക്കെയാണ് നമ്മൾ അധികം കാല് കൊടുക്കാത്തത്. പക്ഷേ ഇത്രയും 2500 cc ആയിട്ട് പോലും ഇത്രയും പവർ ഇതിന് വരുന്നത് ആ ഹൈബ്രിഡിന്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടും നിങ്ങൾ പെർഫോമൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ 100-110% ഈ ഒരു കാർ നിങ്ങൾക്ക് ആപ്റ്റായിരിക്കും. കാരണം ഒരു പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ തന്നെ അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഏറ്റവും പുതിയ ക്യാമറി. അപ്പം വാഹനം 0 to 100 എത്താൻ വേണ്ടി 7 സെക്കൻഡ് എന്നാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാല് ഞാൻ കൊടുക്കുകയാണ്. വണ്ടി പൂക്കുറ്റി പോലെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 105. യെസ്, അതെ, സെക്കൻഡുകൾ കൊണ്ടാണ് വാഹനം 105ലേക്ക്. ഈ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു അതൊരു 100 മീറ്റർ പോലും നമ്മൾ വന്നിട്ടില്ല. കാരണം അതാണ് വാഹനത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. കമ്പനി വെറുതെ അല്ല ഇവനെ റോക്കറ്റ് എന്ന് വിളിക്കുന്നത്. അമ്മാതിരി മുതലെന്ന് പറഞ്ഞാൽ അമ്മാതിരി മുതലാണ്. സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ആ പവറിന്റെ കാര്യത്തിൽ ഇവൻ വേറെ ലെവൽ സാധനം എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. കാരണം ഇത്രയും വലിയൊരു വീൽ ബേസ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം അടിപൊളിയായിട്ടാണ് നമ്മുടെ കൈകളിൽ ഇത്രയും വലിയ വണ്ടി നിൽക്കുന്നത്. ഇത് ഓടിക്കുന്ന സമയത്ത് ഇത്രയും ലെങ്ത് ഉള്ള ഈ 5 മീറ്ററോളം ലെങ്ത് ഉള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. അത്രയും സ്മൂത്തായിട്ടാണ് നമ്മുടെ ഈ സ്റ്റിയറിംഗ് നമ്മുടെ കൈകളിൽ നിൽക്കുന്നത്. നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗം പറയാനാണെങ്കിൽ നമുക്ക് 9 എയർ ബാഗ് ആണ് വാഹനത്തിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് 360 ക്യാമറ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റന്റ് കൺട്രോൾ വരുന്നുണ്ട്, അത് ഇമ്പാക്ട് സെൻസിങ് ഫ്യൂവൽ കട്ട് വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും വാഹനം തട്ടലോ മുട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോ ആയിട്ട് നമ്മുടെ ഫ്യൂവല് കട്ട് ഓഫ് ആവുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS EBD പോലുള്ള സകലമാന ഫീച്ചേഴ്സും കുത്തി നിറച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യാമറയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ വാഹനത്തിന്റെ വിലയാണ്. 48 ലക്ഷം രൂപയാണ് ക്യാമറയുടെ എക്സ് ഷോറൂം പ്രൈസ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള വാഹനത്തിന് ഇത്രയും വിലയോ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? ഇതിൽ 6 നിറങ്ങളിലാണ് നമുക്ക് വാഹനം ലഭിക്കുന്നത്. പേൾ വൈറ്റ് വരുന്ന സമയത്ത് ഈ 48 ലക്ഷത്തിൽ നിന്നും ഒരു 15,000 രൂപ കൂടി ആഡാവുന്നുണ്ട്. അതായത് എക്സ്ട്രാ ആ ഒരു കളറിന് മാത്രം അഡീഷണൽ ആയിട്ട് കൂടുന്നുണ്ട്. അല്ലാതെ വേരിയന്റ് ഈ ഒരൊറ്റ വേരിയന്റ് മാത്രമേ വാഹനത്തിന് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നീട് പവറിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ പറയാനില്ല. സേഫ്റ്റിയുടെ കാര്യത്തിലും ഗംഭീരമാണ്. ടൊയോട്ട എന്ന് പറയുന്നൊരു ബ്രാൻഡിന്റെ വിശ്വാസത എന്താണെന്നുള്ളത് നമുക്കറിയാം. അത് കൃത്യമായിട്ടും ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജർമ്മൻ കാറുകളോട് കിടപിടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ നിലവാരവും അതേപോലെയുള്ള യാത്രാ കംഫർട്ടുമാണ് ഈ ഒരു വാഹനത്തിന്. അതായത് ഓഡി, അതേപോലെ തന്നെ BMW, ബെൻസ് എന്നീ വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാവരും ഒരു ഭീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് ആണ്, അതിൻ്റെ സർവീസ് കോസ്റ്റ് ആണ്. എന്നാൽ ടൊയോട്ട പോലുള്ള വാഹനത്തിന്റെ സർവീസ് കോസ്റ്റ് എന്താണെന്നൊക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാം. എന്താണ് വാഹനത്തിന്റെ മെയിൻ്റെനൻസ് എന്നൊക്കെ ഉള്ളത്.
അതുകൊണ്ട് ജർമ്മൻ കാർ നോക്കുന്നവർക്ക് കൃത്യമായിട്ടും അതേ ക്വാളിറ്റിയിലുള്ള, അതേ ലുക്കിലുള്ള, അതേ ഫീച്ചേഴ്സിലുള്ള, അതിനേക്കാൾ മൈലേജ് കിട്ടുന്ന ഈ ഒരു വാഹനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2500 cc ആയിട്ട് പോലും ഇത്രയും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം. അതായത് 25 കിലോമീറ്റർ ആണ് 1 ലിറ്റർ പെട്രോളിന് ഈ ഒരു വാഹനം തരുന്ന മൈലേജ്. അത് ടൊയോട്ടയ്ക്ക് മാത്രം നൽകാൻ പറ്റുന്ന ഒരു കഴിവാണ്. കാരണം ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഇന്ന് ടൊയോട്ട വല്ലാൻ വേറൊരു കമ്പനി നമ്മുടെ ഈ വേൾഡിൽ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മൈലേജിലായിക്കോട്ടെ, സേഫ്റ്റിയിലായിക്കോട്ടെ, ലുക്കിലായിക്കോട്ടെ, പ്രൈസിലായിക്കോട്ടെ, എല്ലാ രീതിയിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഈ ഒരു ക്യാമറി 100% വർത്തായ വാഹനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നിരിക്കുന്നത് നിപ്പോൺ ടൊയോട്ട കായംകുളത്തു നിന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവിനും മറ്റു വിശേഷത്തിനും താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചേക്കുക. പൊള്ളി വാഹനമാണ്. അപ്പം നിങ്ങൾക്ക് അതിന്റെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുള്ള എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിന്റെ മൈലേജ്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് അടുത്തൊരു പ്രീമിയം വാഹനമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.